ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കയിറച്ചി തോരനാണ്. കക്കയിറച്ചി തോരൻ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കക്കയിറച്ചി തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കക്കയിറച്ചി അപ്പോൾ കണ്ടോ, ഇതിനകത്തുനിന്ന് ഇതിങ്ങനെ അടഞ്ഞിട്ടുള്ള ഒരു രീതിയായിരിക്കും. ഇത് അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത്. ചില ആളുകൾ കണ്ടിട്ടില്ല കക്കയിറച്ചി എന്ന് അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എടുക്കുന്ന ഒരു ഇറച്ചിയുണ്ട്, അതാണ് കക്കയിറച്ചി. ഇതിന്റെ പേരാണ്. ഇത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു ഇടത്തരം ടൈപ്പാണ്. ഇത് കുറച്ചും കൂടി വലിയ ടൈപ്പും കിട്ടും, ഇതിനെക്കാട്ടിലും ചെറിയ ടൈപ്പും നമുക്ക് കായൽ ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ തന്നെ ചെറിയ സൈസ് ഇറച്ചി, കക്കയിറച്ചി കാണുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, എന്ത് ഈ എരുന്തിറച്ചിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എരുന്തിറച്ചി എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതിനകത്തുനിന്ന് എടുക്കുന്ന, കണ്ടോ, ഇതും അതേപോലെ തന്നെ കാണുന്നുണ്ടല്ലോ, ഇതും അതേപോലെ എടുക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ കളറ് ബ്രൗൺ കളറാണ്. കാണുന്നുണ്ടോ, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ? ഇതാണ് എരുന്തിറച്ചി, ഇതാണ് കക്കയിറച്ചി. കണ്ടോ, കക്കയിറച്ചിന്റെ കളറ് കറുപ്പാണ്, ഇത് എരുന്ത്. അപ്പോ ഇതാണ് അറിയാത്തവർക്കായിട്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിച്ചത്. പിന്നെ കൂടുതലായിട്ട് വീഡിയോയിൽ നമുക്ക് വീഡിയോക്ക് കാണാം. അപ്പൊ ഗൈസ്, കക്കയിറച്ചി ക്ലീൻ ചെയ്തെടുക്കുന്നതിനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വളരെ ഉയർന്ന അളവിൽ കാൽസ്യം അടങ്ങിയ കക്കയിറച്ചി പലർക്കും ഇഷ്ടമാണെങ്കിലും അത് ക്ലീൻ ചെയ്തെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടോർത്ത് പലരും വാങ്ങിക്കാറില്ല. എന്നാൽ ഇനി ഒട്ടും മടിക്കണ്ട, ധൈര്യമായി വാങ്ങിക്കോളൂ. വളരെ സമയമെടുത്ത് ഇങ്ങനെ ഓരോന്നായി ഞെക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കാം ഗൈസ്. കൂടാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കക്കയിറച്ചി തോരൻ ഉണ്ടാക്കുന്ന വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ ഗൈസ്, കക്കയിറച്ചി തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 kg കക്കയിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ഇടത്തരം സൈസ് കക്കയിറച്ചിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അത് ഇതിൻ്റെ മേലെ വിരിച്ചു കൊടുക്കുക. നന്നായിട്ട് വൃത്തിയായിട്ട് വിരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് ഇതുപോലെ കക്കയിറച്ചി എടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക. അതായത് ഒന്നിൻ്റെ മേലേക്കായിട്ട് വരാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് പരത്തി വെച്ചു കൊടുക്കുക. ഓരോന്നും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോന്നിൻ്റെ മേലായിട്ട് അട്ടിയായിട്ട് വരരുത്. അപ്പോൾ ഇതുപോലെ പരത്തി വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ നേരെ വിരിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി വേണ്ടത് ഒരു ചപ്പാത്തി കോലാണ്. ഇത് വെച്ച് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനുള്ളിലെ വേസ്റ്റൊക്കെ വരുന്നത്. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് വേസ്റ്റൊക്കെ മാറി കിട്ടുന്നത്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഞെക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര സമയം നമുക്ക് വേണ്ടി വരും? ഒരൊറ്റ മിനിറ്റ് മതി ഇങ്ങനെ ചെയ്ത് എടുക്കാൻ. ഇനി പുറത്തേക്ക് വന്ന ഈ വേസ്റ്റൊക്കെ കൂടെ ഒഴിവാക്കുന്ന ടിപ്പും ഞാൻ കാണിച്ചു തരാം. എത്ര ചെറിയ കക്കയിറച്ചി ആണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതിനുള്ളിലത്തെ കറുത്ത ഈ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് കളയാതെ കുക്ക് ചെയ്ത് എടുക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ല വലുതാണെന്നുണ്ടെങ്കിൽ വൃത്തിയാക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ വലിയ ഹോളുള്ള അരിപ്പപാത്രം എടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മുഴുവൻ വേസ്റ്റ് പുറത്തേക്ക് പോവുള്ളൂ. ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത കക്കയിറച്ചി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു പിടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പോ പൊടിയുപ്പോ ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് പുറത്തേക്ക് നിൽക്കുന്ന വേസ്റ്റൊക്കെ ഒന്ന് ഇളകി മാറി കിട്ടുക.
എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കുക. ഇങ്ങനെ കഴുകുമ്പോൾ എല്ലാ വേസ്റ്റും ഈ ഓട്ടപാത്രത്തിൻ്റെ ഹോളിൽ കൂടെ താഴേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 തവണ കഴുകിയെടുത്താൽ എല്ലാ വേസ്റ്റും പോയി കിട്ടും. ഇതിൻ്റെ അടിയിൽ കണ്ട ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കഴുകുമ്പോൾ അരിപ്പയിൽ കൂടെ പോവാത്ത വലിയ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ട് ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകിയെടുത്ത കക്കയിറച്ചി ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉലച്ച് കഴുകിയെടുക്കും. അപ്പോൾ ഗൈസ്, കക്കയിറച്ചി ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഇത്. ഇതിലും എളുപ്പവഴി സ്വപ്നങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഇനി കക്കയിറച്ചി ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോർത്ത് ആരും കക്കയിറച്ചി വാങ്ങാതിരിക്കണ്ട. ഇനി ധൈര്യമായിട്ട് എവിടെ കണ്ടാലും വാങ്ങിക്കോളി. അപ്പോൾ ഗൈസ്, ഇങ്ങനെ കക്കയിറച്ചി കഴുകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ ആ സ്മെല്ല് പോയി കിട്ടും. ആളുകൾക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് ചെറിയ തരം കക്കയിറച്ചി കണ്ടു കഴിഞ്ഞാല് അത് എന്താണെന്ന് ചില ആളുകൾ പറയും. ഇതാണ് കക്ക. ഈ കളറിൽ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് എരുന്ത്. ഇത് രണ്ടും രണ്ട് കളറാണ്, കണ്ടോ? പിന്നെ കക്കയിറച്ചി കുറച്ച് ചെറുതും കിട്ടും, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ടൈപ്പും കിട്ടും. അപ്പൊ ഇത് നമ്മളിപ്പോ എന്റെ കയ്യിലുള്ളത് കുറച്ച് ഇടത്തരം ടൈപ്പ് സാധനമാണ്. അപ്പൊ അത് ഇതാ കണ്ടോ, ഇങ്ങനെ കുറച്ചൊരു ഉരുണ്ട ടൈപ്പ് ആയിരിക്കും ഇതിന്റെ ഇറച്ചി. ഈ കയ്യിലുള്ളതാണ് എരുന്ത്. ഇതാ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് കണ്ടോ, ഇതിന്റെ ഇറച്ചി ഇങ്ങനെ ആയിരിക്കും, ഒരു ചെറിയ ചപ്പ ടൈപ്പ്. ഇതിന്റെ ഇറച്ചി ഇങ്ങനെ ഒരു ഉരുണ്ട ടൈപ്പ്. ഇത് കക്ക, ഇത് ഇതിന്റെ ചെറിയ പാത്രത്തിലുള്ളത് എരുന്ത്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ ഇനി ഗൈസ്, നമ്മുടെ സ്പെഷ്യൽ കക്കയിറച്ചി തോരൻ റെസിപ്പിയാണ്. അപ്പൊ ഗൈസ്, അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി, പിന്നെ ഒരു 10-14 ഇല്ലി വെളുത്തുള്ളി, കുറച്ചധികം തേങ്ങാക്കൊത്ത്. പിന്നെ വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ്. കൂടാതെ ഇതിലേക്കായിട്ട് വേണ്ടത് ചെറുള്ളി, സവാള, പച്ചമുളക്. ചെറുള്ളി ഒരു പിടി, പിന്നെ സവാള 2 എണ്ണം, പച്ചമുളക് ഒരു 3 എണ്ണം. പിന്നെ പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഗൈസ്, ഇതുപോലെ നമ്മളെല്ലാം അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്ത് അല്പം അധികം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്കുള്ള ചെറിയുള്ളി, സവാള എല്ലാം ചെറുതാക്കി അരിഞ്ഞാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഗൈസ്, 1/2 കിലോ കക്കയിറച്ചിക്കുള്ള റെസിപ്പിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിവിടെ അളവുകളെല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഗൈസ്, ആദ്യം കഴുകി വൃത്തിയാക്കിയ ഈ കക്കയിറച്ചി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്കൊരു ഇതുപോലെ ഒരു കടായി എടുക്കുക. കടായി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കടുക്, ചെറിയ ഉള്ളി, വറ്റമുളക് ഇതൊക്കെ ചേർത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നല്ല സ്മെല്ല് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി, സവാളയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് പോലത്തെ കടായിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടി പിടിക്കില്ല. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് സെൻട്രലായിട്ട് ഒതുക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന്
മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ അടച്ചു വെച്ച ഇത് തുറക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് തയ്യാറാക്കി വെച്ച കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയിൽ കക്കയിറച്ചി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒതുക്കി വെക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അത്ര പ്രോബ്ലം ഇല്ല. ഇതുപോലെ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിട്ട് വേണം ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാറാണ്. മിക്സിയുടെ ജാർ എടുത്തിട്ട് തേങ്ങ ചിരണ്ടിയത് അതിക്ക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ തേങ്ങയുടെ അരഭാഗം മതിയാവും. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് പെരുംജീരകം, പിന്നെ ഒരു നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇതിനൊപ്പം 1/4 ടീസ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് കറക്കണ്ട. തോരനൊക്കെ ഉണ്ടാക്കുന്ന വിധമാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് 3-4 പ്രാവശ്യം പൾസടിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ അരപ്പ് ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഗൈസ്, ഈ സമയം കൊണ്ട് നമ്മുടെ കക്കയിറച്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കക്കയിറച്ചിക്ക് ഒരുപാട് വേവില്ല, ഓൾറെഡി അത് പുഴുങ്ങിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഗൈസ്, ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുക. ഇളക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചാൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 3 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഇനി നമുക്കിതൊരു 3-4 മിനിറ്റെങ്കിലും മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗൈസ്, നല്ല വെള്ളമയൊക്കെ കളഞ്ഞ് വേണം കക്കയിറച്ചി തോരൻ ഉണ്ടാക്കാൻ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിതിൽ ഉപ്പ്, കുരുമുളക് അങ്ങനെ എന്തെങ്കിലും മസാലകളൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ വെള്ളമയം പോകുന്നവരേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗൈസ്, അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയും കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വെക്കുക. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ കക്കയിറച്ചി തോരന് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കക്കയിറച്ചി തോരനാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ കക്കയിറച്ചിക്ക് എന്താണ് പറയുക എന്നുകൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇനിയും ഇതുപോലുള്ള പുതിയ ഒരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗ് കാണാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കക്കയിറച്ചി തോരൻ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് നല്ല ഉഷാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കക്കയിറച്ചി തോരൻ. ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ. നമ്മളെ കക്കയിറച്ചി തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സലാഡ് ഉണ്ട്, പിന്നെ കക്ക, പൊറോട്ട, ചോറ്, കാര്യങ്ങൾ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡിയാണ്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ കക്കയിറച്ചി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യലാണ് കക്കയിറച്ചി തോരൻ. അപ്പോൾ ഇത് കക്കയിറച്ചി തോരൻ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. കക്കയിറച്ചി തോരൻ കണ്ടാ തോരൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളി, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഫാത്തിമ ദോയ എങ്ങനെയുണ്ട്? കക്കർച്ചി തോരൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? നാസ കക്കർച്ചി തോരൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഓ എന്റെ പ്ലേറ്റിലുള്ള കക്കർച്ചി തീർന്നു പോയിട്ട. കക്കർച്ചി എങ്ങനെയുണ്ട് നോക്കാം. കുറച്ച് റൈസ് എടുത്തിട്ട് ഇടാം. എന്നിട്ട് തോരൻ റൈസ് ഇടാം. എന്നിട്ട് രണ്ട് നോക്കാം. ചോറിന്റെ കൂടി അടിപൊളി. കക്കർച്ചി തോരൻ ഏറ്റവും ബെസ്റ്റും പൊറോട്ടനെക്കാളും ഏറ്റവും ബെസ്റ്റ് കക്കർച്ചി തോരൻ ചോറിലേക്കാണ്. ചോറിക്ക് നല്ല രസമുണ്ട്, അടിപൊളി. കക്കർച്ചി തോരൻ പൊറോട്ടയുടെ കൂടെ. അപ്പോ ഇനി ആർക്കെങ്കിലും കക്കർച്ചി കിട്ടിയാൽ കക്കർച്ചി മേടിക്കാൻ മടിക്കണ്ട. നല്ല അടിപൊളിയായിട്ട് ഇതുപോലൊക്കെ തോരനൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങളാണ് ഈ കണ്ടതൊക്കെ. നമ്മളെ സ്പെഷ്യലായിരുന്നു കക്കർച്ചി തോരൻ. അത് അടിപൊളിയായി. അത്